നമസ്കാരം. മലയോര എക്സ്പ്രസ് ന്യൂസിൻ്റെ സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പായം ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 2 മട്ടണിയിലെ UDF സ്ഥാനാർത്ഥി ശ്രീ ആൻഡോ പടിഞ്ഞാറക്കരയാണ്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രചരണ രീതികൾ തുടങ്ങിയക്കുറിച്ച് അദ്ദേഹത്തോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. നമസ്കാരം ആൻഡോ. നമസ്കാരം. താങ്കളുടെ പ്രചരണ രീതികളൊക്കെ എവിടം വരെ എത്തി? പ്രചരണ രീതികൾ ആദ്യം നമ്മുടെ വാർഡിൻ്റെ നറുക്കെടുപ്പ്, അതായത് നമ്മുടെ സംവരണമാണോ അതല്ലെങ്കിൽ നമ്മളുടെ സീറ്റ് നിർണയം വന്നപ്പോൾ തന്നെ ആ ഘട്ടത്തിൽ തന്നെ ഇലക്ഷൻ പ്രചരണമായിട്ട് മുമ്പോട്ടിറങ്ങി. പാർട്ടിക്കകത്ത് UDF എന്ന പാർട്ടിക്കകത്ത് മറ്റ് വിഭാഗികളോ അല്ലെങ്കിൽ മറ്റ് സ്ഥാനാർത്ഥികളോ എതിരില്ലാതിരുന്നത് കൊണ്ടും നമുക്ക് വേഗത്തിൽ തന്നെ നമ്മുടെ വാർഡിലേക്ക് ഇറങ്ങാനായിട്ട് സാധിച്ചു. അതൊരു പരിധി വരെ ഗുണം ചെയ്തു. അതുകൊണ്ടെന്ന് വെച്ചാൽ എല്ലാവരുമായിട്ട് കൂടുതൽ പരിചയപ്പെടാനും കൂടുതൽ ആളുകളെ കാണുവാനും ഓരോ വീട്ടിൽ ഇത്രയും നമ്മളിപ്പോൾ പല ഭാഗത്തായിട്ടാണ് ഈ വാർഡിനെ സംബന്ധിച്ച് ഈ വാർഡിൻ്റെ 6 സ്ഥലങ്ങളിലായിട്ടാണ് ഈ വാർഡ് നിലവിലുള്ളത്. ഏകദേശം ഒരു 4-5 കിലോമീറ്ററോളം ചുറ്റളവുണ്ട് ഈ വാർഡിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ വാർഡ് ഏറ്റവും വലിയ ഒരു ദുഷ്കരം പിടിച്ച ഒരു വാർഡായിട്ടാണ് ഈ 2ാം വാർഡ് നിലവിലുള്ളത്. അവിടെ എത്തിപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് എത്തിപ്പെടുമ്പോൾ വേറൊരു ഭാഗത്ത് എത്തിപ്പെടാൻ വിഷമമാണ്. അപ്പോൾ ആ സ്ഥലങ്ങളിലെല്ലാം നിലവിൽ സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പ് തന്നെ ഒരു റൗണ്ട് പൂർത്തീകരിക്കാൻ എല്ലാ വീടുകളിലും കയറി വീടുകളിലെ ആളുകളെ കാണുവാനും വോട്ട് അഭ്യർത്ഥിക്കാനും കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് സാധിച്ചു. അതൊരു പരിധി വരെ വിജയകരമായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഈ ഭവന സന്ദർശനമൊക്കെ നടത്തുമ്പോൾ ജനങ്ങളിൽ നിന്നും വോട്ടർമാരിൽ നിന്നുള്ള പ്രതികരണം തീർച്ചയായും നമുക്ക് ഈ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഈ പ്രാവശ്യം വീടുകൾ കയറുമ്പോൾ നല്ലൊരു അനുഭവമാണ്. ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റത്തിന് പ്രത്യേക എന്ന് പറയുന്നത് ഈ കൂടുതൽ വികസനങ്ങൾ എത്തിക്കുവാനും അതുപോലെ തന്നെ എല്ലാവരിലേക്കും ആ വികസനങ്ങൾ എത്തിച്ചേരുവാനും കക്ഷിരാഷ്ട്രീയം നോക്കാതെ വികസനം എത്തിച്ചേരുവാൻ ആളുകൾ ഈ പ്രദേശത്ത് മട്ടണി എന്ന് പറഞ്ഞ ഈ പ്രദേശത്തെ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ സണ്ണി ജോസഫ് MLA ഇടപെടലും അതുപോലെ തന്നെ ഈ വാർഡിലെ പൂർണ്ണ ഉത്തരവാദിത്വം ഉള്ള നമ്മുടെ DCC മെമ്പറാണ് വിജയേട്ടൻ അടക്കമുള്ള ആളുകളുടെ പ്രവർത്തനപരമായിട്ട് ഒത്തിരിയേറെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് MLA മുഖാന്തരം MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ കൊണ്ടുവരാൻ സാധിച്ചു. ആ വികസനം എന്ന് പറയുന്നത് നമ്മൾ ചെയ്തു വെച്ച വികസനം ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയം വന്നപ്പോൾ നമുക്ക് എന്തായി അതിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും ആളുകളെ കണ്ടെത്തുവാനും ആളുകളുടെ സമീപനം നമുക്ക് അനുകൂലമായി തീരുന്ന രീതിയിൽ എത്തിച്ചേരുവാനും അത് ഗുണം ചെയ്തു. പൊതുപ്രവർത്തന രംഗത്ത് എത്ര വർഷത്തെ പരിചയമുണ്ട്? പൊതുപ്രവർത്തന രംഗത്ത് ഞാൻ 1995 അന്ന് KSUവിൻ്റെ പ്രതിനിധീകരിച്ച് സ്കൂൾ ലീഡർ ആയതാണ് ക്ലീന്ദ്ര സെന്റ് തോമസ് ഹൈസ്കൂളിൽ നിന്ന്. അതിനുശേഷം പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ പാർട്ടി നിർണ്ണയിക്കുന്ന ആളാരാണോ അവർക്ക് വേണ്ടി വർക്കുകളും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. ഇത്രയും വർഷമായിട്ടും ഈ വാർഡിനകത്ത് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ അതിനുശേഷം 5-6 സ്ഥാനാർത്ഥികൾ വന്നു. ആ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി മുഴുവൻ സമയവും വീട് കയറുകയും വോട്ട് അഭ്യർത്ഥിക്കുകയും സ്ലിപ്പ് കൊടുക്കുകയും അവരെല്ലാം കാണുകയും ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ പാർട്ടി സംവിധാനത്തോടൊപ്പം നിന്നുകൊണ്ട്. അതുകൊണ്ട് എല്ലാവരിലേക്കും ഒരു പരിചയം നമുക്ക് എത്തുവാനായിട്ട് സാധിച്ചു. പാർട്ടിയിൽ ഔദ്യോഗിക സ്ഥാനങ്ങൾ ഏതൊക്കെ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്? പാർട്ടിയിലെ ഔദ്യോഗിക സ്ഥാനം എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ ഇതിനു മുമ്പ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പം മണ്ഡലം എക്സിക്യൂട്ടീവ് അംഗമാണ്. അതുപോലെ തന്നെ ഇരിട്ടി ബ്ലോക്കിന്റെ ഒരു കമ്മിറ്റി അംഗമാണ്. ഈ മട്ടണി വാർഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വാർഡിന്റെ ഒരു ഇടതുപക്ഷത്തോട് കാലാകാലങ്ങളായി ചായ്വുള്ള ഒരു വാർഡാണ്. ഈ വാർഡിലെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് നിലവിലുള്ള വികസന മുരടിപ്പ് താങ്കൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായും ഉണ്ട്. വികസന മുരടിപ്പുള്ളത് കൊണ്ട് തന്നെയാണല്ലോ നമ്മളിപ്പോൾ ആളുകളെ ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും നമ്മളെ ആളുകൾ അതിന്റെ രീതിയിൽ സമീപിക്കുന്നത്. വികസന മുരടിപ്പുള്ളത് തീർച്ചയായും ഉള്ളതാണല്ലോ. കാരണം വെച്ചാൽ 2ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഗ്രാമീണ റോഡുകൾ ഇനിയും പലതും പൂർത്തീകരിക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്ട്രീറ്റ് ലൈറ്റുകളുടെ അഭാവം ഇവിടെ വളരെ കണ്ടവരായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഭാഗത്തെ ആളുകൾ എല്ലാവരും ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് വാഹന സൗകര്യത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുടിവെള്ള പ്രശ്നങ്ങൾ ഇന്നും ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നും ആളുകൾക്ക് കിട്ടാത്ത ആളുകളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ഉന്നതി സമൂഹം, അതായത് നമ്മുടെ ഈ വാർഡിനകത്ത് 5 സ്ഥലത്തായിട്ട് 5 ഉന്നതി സമൂഹ അംഗങ്ങളുണ്ട്. അവരെല്ലാം ഇപ്പം എൻ്റെ വീടിനോട് ചേർന്നൊരു ഉന്നതി കുടുംബങ്ങളുണ്ട്. ഞങ്ങളൊരു കുടുംബം പോലെയാണ് കഴിയുന്നത്. അവരിലേക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. ഈ മട്ടണി വാർഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കർണാടക വനാതിർത്തിയോട് ഏകദേശം അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണല്ലോ. അപ്പോൾ ഈ വന്യമൃഗശല്യം വളരെ ഒരു പ്രയാസകരമായി ഈ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്നതാണ്. താങ്കൾ ഒരു പഞ്ചായത്ത് മെമ്പറായി വിജയിച്ചു കഴിഞ്ഞാൽ വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് ശാശ്വതമായ എന്തെങ്കിലും പദ്ധതികൾ താങ്കൾ അത് കൃത്യമായിട്ടും പഞ്ചായത്ത് ഭരണസമിതിയോട് ചേർന്ന് നിന്നുകൊണ്ട് പഞ്ചായത്തിനോടൊപ്പം നിന്നുകൊണ്ട്
അതിന് ലൈസൻസ് ഉള്ള ഷൂട്ടർമാരെ കൊണ്ടുവന്നിട്ട് അത് പഞ്ചായത്തിൻ്റെ ഭരണസമിതി പഞ്ചായത്ത് അധികാരികളും ആലോചിച്ചിട്ട് അങ്ങനെ കൃഷി നശിപ്പിക്കുന്നതും മനുഷ്യന് അപകടകരമായ രീതിയിലുള്ള ഈ പറയുന്ന പ്രധാനപ്പെട്ട നമുക്ക് ഇവിടെ കൂടുതലുള്ള കാട്ടുപന്നി അടക്കമുള്ള മൃഗങ്ങളെ വെടിവെക്കുവാനും മനുഷ്യന് അപകടമായ രീതിയിലുള്ളതിനെല്ലാം ആ രീതിയിൽ വെടിവെച്ചുകൊണ്ട് മനുഷ്യന് ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും. അതോടൊപ്പം തന്നെ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇപ്പം വനാതിർത്തി നമുക്കിവിടെ വനാതിർത്തി ആയിട്ടില്ല എന്ന് വെച്ചാൽ വനാതിർത്തി വരുന്നത് നമ്മുടെ ഈ ഭാഗത്തില്ല. അപ്പം ഫെൻസിങ്ങോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഇവിടെ വേണ്ട. പിന്നെ പരമാവധി എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് പല ആളുകളും കശുമാന്തോട്ടം എന്ന് പറഞ്ഞാൽ 10, 15, 20 ഏക്കർ കശുമാന്തോട്ടമുള്ള ആളുകളുണ്ട്. അവർ പേരിന് ഒന്ന് തോട്ടം വരുമ്പോൾ വയക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതുങ്ങളുടെ ആവാസ കേന്ദ്രം അതായിട്ട് മാറുകയാണ്. അപ്പോൾ ഈ കാട്ടുപന്നികളുടെയൊക്കെ ആവാസ കേന്ദ്രം അത് നിലവിൽ പഞ്ചായത്തിൽ ശ്രദ്ധയിലെത്തിക്കൊണ്ട് എല്ലാവരെ കൊണ്ടും വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും അത് തോട്ടം വയക്കി വൃത്തിയാക്കി അത് തൊഴിലുറപ്പിലാണെങ്കിൽ അങ്ങനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏത് രീതിയിലാണെങ്കിലും അങ്ങനെ ചെയ്തുകൊണ്ട് അത് പരമാവധി നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. താങ്കൾ ഇവിടുന്ന് ജയിച്ചു കഴിഞ്ഞാൽ താങ്കളുടെ മനസ്സിൽ ഈ വാർഡിന്റെ സമഗ്രമായ വികസനത്തിന് എന്തെങ്കിലും മറ്റു പദ്ധതികൾ താങ്കളുടെ മനസ്സിലുണ്ടോ? മറ്റു പദ്ധതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇവിടുത്തെ ഒരു ഗ്രാമസഭ, ഇവിടെ നമുക്ക് ഒരു ഗ്രാമസഭ കൂടണമെങ്കിൽ നമുക്ക് എവിടെ പോകണം? നമുക്ക് പേരട്ടെ പോകണം. ഇവിടുന്ന് ഈ ചെറിയ മട്ടണി തുടങ്ങി നെരകഞ്ചേറ്റി അടക്കമുള്ള ആളുകൾക്ക് ഒരു ഗ്രാമസഭ കൂടാൻ പേരട്ട ജില്ലയിൽ മട്ടണി വരിക എന്നുള്ളത് അത് വളരെ ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ചതും വിഷമം പിടിച്ച അവസ്ഥയാണ്. കാരണം വാഹനമില്ലാത്ത ആളുകൾ ഇന്നും നമ്മുടെ ഈ വാർഡിനകത്തുണ്ട്. ഒരു വാഹനങ്ങൾ പോലും ഒരു വീട്ടിലില്ലാത്ത വാഹനം ഇഷ്ടം പോലെ ഉണ്ട്. അവർക്കൊക്കെ എത്തിച്ചേരുക എന്നുള്ളത് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ മട്ടണിയിൽ എവിടെയെങ്കിലും അതിനുള്ള ഒരു സംവിധാനങ്ങൾ ഒരു ഗ്രാമസഭ കൂടാനുള്ള സ്കൂളുണ്ടെങ്കിൽ പോലും അതിനെല്ലാം കൂടെ ഏകോപിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും സൗകര്യപ്രദമായ രീതിയിൽ ഒരു സ്ഥലം കണ്ടെത്തി അതിന് ഇപ്പോൾ ഗവൺമെൻറ്റിൽ ഇടപെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട MLA യും അതുപോലെ തന്നെ MP അതുപോലെ തന്നെ പഞ്ചായത്തുകാരോട് ആലോചിച്ച് അതിന് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്ന് ആഗ്രഹമുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ വിജയേട്ടനൊക്കെ വളരെ കാര്യമായിട്ട് ഇടപെട്ടൊരു കേസാണ് ഈ മട്ടണിലേക്ക് ഒരു ബസ് റൂട്ട്. ആ ബസ് റൂട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ ഏകദേശം നടന്നു വരുന്നുണ്ട്. ഇവിടെയുള്ള ആളുകൾക്ക് ഏത് വീട്ടിൽ ചെല്ലുമ്പോൾ അവർ പറയുന്നത് വള്ളിത്തോട്ടിൽ നിന്ന് കോളിത്തട്ട് വരെ ഒരു 2 പ്രാവശ്യമെങ്കിലും ഒരു ബസ് റൂട്ട് രാവിലെയും വൈകുന്നേരം അനുവദിച്ച് കിട്ടണമെന്ന് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ പൊതുവായിട്ട് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ മട്ടണി എന്ന് പറയുന്ന മട്ടണി പ്രദേശത്ത് നമുക്കൊരു അമ്പലമുണ്ട്. അമ്പലത്തിൽ ഒത്തിരിയേറെ ആളുകൾ വരുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു വെട്ടത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അത് MP യുടെ ഫണ്ടിൽ നിന്നും അതിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ മട്ടണി എന്ന് പറയുന്ന വികസനങ്ങൾ ഇനിയും എത്തിച്ചേരാനുണ്ട്. ഒത്തിരിയേറെ വികസനങ്ങൾ എത്തിച്ചേരേണ്ട ഒരു സ്ഥലമാണ് മട്ടണി. മട്ടണിയെ സംബന്ധിച്ച് നമ്മൾ ഉറപ്പ് പറയുന്നത് ഈ രീതിയിൽ ഒരു 5 കൊല്ലം നമുക്ക് കിട്ടിയാൽ ഒരു പുതിയ മട്ടണിയാക്കി നമ്മൾ മട്ടണിയെ മാറ്റും. വിശ്വാസമുണ്ട്. അപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ഒരു ഉന്നതിയുടെ കാര്യം പറഞ്ഞു. ഈ ഉന്നതിയുടെ ആ പ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ വികസനം എത്തിയിട്ടുണ്ടോ ഏകദേശം എന്ന് പറയാൻ പറ്റത്തില്ല. ഉന്നതിയുടെ പൂർണ്ണമായും വികസനങ്ങൾ എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനി ഉന്നതിയുടെ വികസനങ്ങൾക്ക് അപ്പുറത്തായിട്ട് നമ്മളുടെ ഈ വാർഡിനകത്ത് ഈ ഇലക്ഷൻ സമയമായതുകൊണ്ട് നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്തൊരു സാഹചര്യം. ഇന്ന് ഞങ്ങൾ പല വീടുകളും സന്ദർശിക്കുമ്പോൾ മേൽക്കൂര പോലും ഇല്ലാത്ത വീടുകൾ, മേൽക്കൂര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫാൻ പോലും ഫിറ്റ് ചെയ്യാൻ പറ്റും ഷീറ്റ് വലിച്ചു കെട്ടിയ വീടുകൾ ഇന്നും നമ്മുടെ ഈ 2ാം വാർഡിനകത്ത് ഉണ്ടെന്ന് പറയുമ്പോൾ അത് നമുക്ക് വളരെ വിഷമമാണ്. ഇന്ന് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഓരോ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവരുടെ വിഷമങ്ങളാണ് അവർ നമ്മൾ പങ്കുവയ്ക്കുന്നത്. അതിനകത്ത് അവർ പറയുന്ന എല്ലാ വിഷമങ്ങളും നമുക്ക് പൂർണ്ണമായിട്ട് പങ്കു ചെയ്യാൻ പറ്റത്തില്ല. അതിനകത്തൊരു പരിധി വരെയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഗ്രാമീണ റോഡുകൾ ഇപ്പം ഈ MLA യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് കുറെ പ്രവർത്തനങ്ങളൊക്കെ നടത്താനായിട്ട് കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം? MLA സംബന്ധിച്ചുള്ള MLA യുടെ ഫണ്ടെന്ന് പറയുന്നത് നമുക്ക് MLA യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പേരട്ട നരിമുട ഭാഗത്ത് ഇപ്പം തന്നെ നമുക്ക് ഈ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പേരട്ട എന്ന് പറയുന്ന സ്ഥലത്ത് നരിമുട ഭാഗത്ത് ഈ കഴിഞ്ഞ വർഷം തന്നെ 24 ലക്ഷം രൂപയുടെ ഫണ്ട് വെക്കുകയും ആ പണി പൂർത്തീകരിക്കുകയും ചെയ്തു. അത് 2 ഭാഗത്തേക്ക് 12 ലക്ഷം വീതം 2 റോഡുകൾ അതിൻ്റെ പണി പൂർത്തീകരിച്ചു. ഇപ്പോൾ അതുകൊണ്ട് 2 റോഡുകളെ തമ്മിൽ മുട്ടിപ്പിക്കുന്ന റോഡായതുകൊണ്ട് അതൊരു സമാന്തര പാത പോലെ അതൊരു 1 വേ പോലെ അത് കടന്നു പോകുന്ന രീതിയിലായി. അതൊക്കെ വളരെ വികസനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മികവുറ്റതാണ്. അപ്പോൾ താങ്കൾ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചത് പറഞ്ഞ പോലെ ഇതൊരു കാർഷിക മേഖലയാണോ? അപ്പോൾ ഈ കാർഷിക മേഖലയുടെ ഇപ്പം പ്രകൃതിക്ഷോഭം, അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം, അതുപോലെ തന്നെ വന്യമൃഗശല്യം, പിന്നെ കാർഷിക വിളകളുടെ വിലത്തകർച്ച തുടങ്ങിയ കാര്യങ്ങളുള്ള ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ താങ്കൾ ക്രിയാത്മകമായ ഒരു ഇടപെടൽ നടത്തുമോ? തീർച്ചയായിട്ടും അതിന് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന രീതിയിൽ ഒരു പഞ്ചായത്ത് മെമ്പർക്ക് പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ.
ആ പഞ്ചായത്ത് മെമ്പർ എന്ന രീതിയിൽ ഞാൻ ജയിച്ചു വന്നാൽ ഈ വാർഡിനകത്തെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കക്ഷിരാഷ്ട്രീയം നോക്കാതെ അത് എല്ലാ മേഖലകളിലേക്കും അവരുടെ ദുഃഖത്തിലും ദുരിതത്തിലും എപ്പോഴും അവരോട് ഒപ്പം ഉണ്ടാവും. താങ്കൾ തികഞ്ഞ ശുഭപ്രതീക്ഷ. 100%. അതിനകത്ത് ഒരു സംശയമില്ല. 100% വിജയ പ്രതീക്ഷയോടെ മുമ്പോട്ട് പോകുന്നത്. അതിനകത്ത് കാരണം എന്നിൽ അർപ്പിച്ച ഈ വോട്ടർമാർ എന്നിൽ അർപ്പിച്ച വിശ്വാസം പരിപാലിക്കുമെന്നും കാത്തു സൂക്ഷിക്കുമെന്നും അതോടൊപ്പം തന്നെ അവരോടൊപ്പം ഞാൻ ഉണ്ടാകുമെന്നുള്ള പൂർണ്ണമായ ഒരു വിശ്വാസവും ഈ പ്രാവശ്യം ഒരു മാറ്റം വരണമെന്ന് ഈ വാർഡിലെ വോട്ടർമാരും പ്രത്യേകിച്ച് ആളുകളും ആഗ്രഹിക്കുകയും ചെയ്തു. അനിവാര്യമായ മാറ്റം വേണമെന്നാണ് താങ്കളുടെ ആവശ്യം കൃത്യമായിട്ടും. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ മലയോര എക്സ്പ്രസ് ന്യൂസിന് വേണ്ടി നമ്മളോട് സംസാരിച്ച ശ്രീ ആൻഡോ പടിഞ്ഞാറക്കരയ്ക്ക് മലയോര എക്സ്പ്രസിന്റെ എല്ലാ വിജയാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.